മാർത്തോമ സഭയുടെ ആദ്യത്തെ ബാഹ്യ കേരള മിഷൻ ഫീൽഡായിരുന്നു കാർവാർ മിഷൻ. പിന്നീടാണ് അത് അങ്കോല മിഷൻ എന്ന് അറിയപ്പെടുന്ന ആ ആശ്രമത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. ആയിരത്തി 1900 ജർമ്മനിയിലുണ്ടായിരുന്ന ബാസൽ മിഷൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഈ അറബിക്കടലിൻ്റെ തീരപ്രദേശങ്ങളൊക്കെ വളരെ വ്യാപൃതമായി നടന്നിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണമായിരുന്നതിനാൽ ബാസൽ മിഷൻ്റെ ശുശ്രൂഷകളൊക്കെ വേണ്ടതുപോലെ അധികം നാൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോൾ ജർമ്മൻ മിഷൻ്റെ വർക്കുകളൊക്കെ മറ്റ് തദ്ദേശീയ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കണമെന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 1900 NMSനെ ഈ കാർവാർ, അങ്കോല, ഹോണാവർ, കുംട മുതലായ പ്രദേശങ്ങളെ ശുശ്രൂഷ ഏൽപ്പിക്കുവാനൊരു പ്രത്യേകമായ സാഹചര്യം ഉണ്ടായി. പിന്നീട് മാർത്തോമ സുവിശേഷ സംഘം NMS മിഷണറിമാരുമായി സഹകരിക്കുമെന്ന് തീരുമാനിക്കുകയും വേങ്ങലച്ചൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട PT വർഗീസ് അച്ചൻ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ കേരളത്തിന് പുറത്തുള്ള ആദ്യ മിഷണറി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. – 1939, 1940 കാലഘട്ടത്തിൽ മിഷണറി പ്രവർത്തനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു. എന്നാൽ മാനുഷികമായ ഉദ്ദേശത്തിനപ്പുറം ദൈവം പുതിയ നേതൃത്വത്തെ നൽകി സഭയെ അനുഗ്രഹിച്ചു. PJ തോമസ് അച്ചനും കൊച്ചമ്മയും, P. ജോൺ തോമസ് അച്ചനും കൊച്ചമ്മയും, നമ്മുടെ അന്നുണ്ടായിരുന്നായ KE ഉമ്മനച്ചൻ്റെ മകൻ ധർമ്മിഷ്ഠൻ എന്ന് അന്നറിയപ്പെടുന്നതായ പ്രിയപ്പെട്ട നമ്മുടെ ക്രിസോസ്റ്റം വലിയ തിരുമേനി അന്ന് ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ഇവരുടെ കൂടെ ആദ്യ പ്രവർത്തകരായിട്ട് അങ്കോലയിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ചു. അന്നുവരെയും കാർവാർ മിഷൻ എന്നറിയപ്പെടുന്നതായ വിദേശ മിഷൻ്റെ ശുശ്രൂഷകളൊക്കെ തന്നെ അങ്കോല ആശ്രമത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ 1978 മുതൽ അങ്കോല ആശ്രമത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന KM സാമുവൽ അച്ഛനാണ്. 1978 ഈ ആശ്രമത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നത് മാർത്തോമ സഭയുടെ തീരുമാനപ്രകാരമാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് അച്ഛന്മാരുടെ നേതൃത്വം ആവശ്യമായതുകൊണ്ടും അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ടും 1986 സഭയോട് ഞാൻ ആശ്രമത്തിൻ്റെ മെമ്പർഷിപ്പിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചപ്പോൾ സിനഡ് അതിനനുകൂലമായ തീരുമാനം ചെയ്തു തന്നു. അന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ നിന്നുള്ള ശമ്പളത്തിൻ്റെ 1/3 പോലും ഇല്ലാത്ത ഒരു വരുമാനമായിരുന്നു ആശ്രമം മെമ്പർഷിപ്പ് എടുക്കുമ്പോഴുള്ളത്. ആശ്രമം മെമ്പറാകുമ്പോൾ ഞങ്ങൾക്ക് ആശ്രമം മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരുപോലെ ഒരു അലവൻസാണ് തന്നുകൊണ്ടിരുന്നത്. പണം ഒരു പ്രശ്നമായി തീരാതെ പണമല്ല പ്രധാനമെന്നും കർത്താവ് വിളിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ അത് തടസ്സമാകരുതെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാനിടയായത്. ഞങ്ങൾ കുടുംബമായിട്ട് ആശ്രമം മെമ്പേഴ്സായിട്ട് ശുശ്രൂഷയിൽ തുടർന്നു. ഇവിടെയുള്ളതായ ശുശ്രൂഷ മധ്യത്തിൽ ഗ്രാമങ്ങളിൽ എത്തിച്ചേരാത്ത ഗ്രാമങ്ങളിലൊക്കെ ആശ്രമം മെമ്പേഴ്സിൽ സുവിശേഷ വേലയിലായിരുന്ന ഞങ്ങളൊന്നിച്ച് ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും
സുവിശേഷ ക്യാമ്പുകൾ നടത്തി സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് വളരെ ഗ്രാമങ്ങളിൽ പുതുതായിട്ട് എത്തിച്ചേരുവാനിടയായി. ആ പല ഗ്രാമങ്ങളിലും പിന്നീട് ഇടവകൾ രൂപീകരിക്കുവാൻ ദൈവം കരുണ ചെയ്തു. എൻ്റെ റിട്ടയർമെൻ്റ് ആകുന്ന സമയത്ത് റിട്ടയർ ചെയ്ത് ഭവനത്തിൽ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ആശ്രമത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു തീരുമാനം തുടരുവാൻ തക്കവണ്ണം ഞങ്ങൾ സമർപ്പിക്കുകയും അങ്ങനെ ആശ്രമത്തിൻ്റെ ശുശ്രൂഷയിൽ തന്നെ ഇന്നും തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. സമൂഹത്തിൽ നിരാലംബരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ പുനരധിവാസത്തിനായി ആരംഭിച്ച പ്രസ്ഥാനമാണ് സേവാമന്ദിരം. ജാതി മതഭേദമില്ലാതെ സേവനരംഗത്തും ശുശ്രൂഷാരംഗത്തും സേവാമന്ദിരം 33 വർഷം പിന്നിടുന്നു. എൻ്റെ പേര് KM ചോച്ചാമ്മ. 56 വർഷമായിട്ട് ഞാൻ അങ്കോല ആശ്രമത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആശ്രമമായിട്ടൊരു കുടുംബമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. രാവിലെയും വൈകിട്ടും പ്രയർ കഴിഞ്ഞ് ഞങ്ങൾ വില്ലേജുകളിൽ പോയി സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ ഇടയിൽ സേവ്യാ സംഘമായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സേവ്യാ സംഘ ഡേ വരുമ്പോൾ ഞങ്ങൾ ഈ നോർത്ത് വെണ്ടറായിലുള്ള എല്ലാ ഇടവുകളും സന്ദർശിച്ച് ദൈവ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുകയും സ്ത്രീകളെ ആത്മീയമായിട്ട് വളർത്തുന്നതിന് സിസ്റ്റേഴ്സ് ആവോളം പ്രയത്നിച്ചിട്ടുണ്ട്. ദുരിതയേറിയ ലോകದಲ್ಲಿ എല്ലാം യേശുവേ. അങ്കോലായുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മെഡിക്കൽ സൗകര്യം ലഭ്യമല്ലായിരുന്നതുകൊണ്ട് ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ക്രിസ്തമിത്ര ആശ്രമം ഹോസ്പിറ്റൽ. ഡോക്ടർ PO മാത്യു, ഡോക്ടർ അന്നമ്മ മാത്യു, ഡോക്ടർ PT എബ്രഹാം തുടങ്ങിയ ഡോക്ടർമാരുടെയും മെഡിക്കൽ ഫെറ്റേർണിറ്റിയുടെയും ത്യാഗപൂർണമായ സേവനം കാരണം ആശ്രമം ഹോസ്പിറ്റൽ നോർത്ത് കർണാടകയിൽ സേവനത്തിൻ്റെ പുത്തൻ മാതൃകകൾ കുറിച്ചു. ക്രിസ്തീയ മൂല്യങ്ങളും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന ഹോസ്പിറ്റൽ ഫോർ ദ പുവർ എന്ന നിലയിൽ മിഷണറി തീക്ഷ്ണതയോടെ ആശ്രമം ഹോസ്പിറ്റൽ ഇന്നും കർത്താവിനെ സേവിക്കുന്നു. ನನ್ನ ಹೆಸರು ಕುಮಾರ್ ಪ್ರಕಾಶ್, ಸೆಂಟ್ ಪಾಲ್ಸ್ ಮಾರ್ತಮ್ಮ ಚರ್ಚ್ ಅಂಕೋಲ. ನಾವು ಕ್ರಿಸ್ತಮಿತ್ರ ಆಶ್ರಮದ ಮೂಲಕ ಸುವಾರ್ತೆಯನ್ನು ಕೇಳಿ ದಿನಾಂಕ 24/1/1981 ಸ್ನಾನದೀಕ್ಷೆಯನ್ನು ಹೊಂದಿ 12 ಜನರು ಸ್ನಾನದೀಕ್ಷೆಯನ್ನು ಹೊಂದಿ ಸೆಂಟ್ ಪಾಲ್ಸ್ ಮಾರ್ತಮ್ಮ ಸಭೆಯ ಸದಸ್ಯರಾಗಿದ್ದೇವೆ. ಆ ದಿನದಲ್ಲಿ ಆಶ್ರಮದ ಆಚಾರ್ಯರು, ಆಶ್ರಮದ ಸೇವಕಿಯರು ನಮಗೆ ಉತ್ತಮವಾದಂಥ ಸುವಾರ್ತೆಯನ್ನು ನೀಡಿ ನಮ್ಮನ್ನು ನಂಬಿಕೆಯಲ್ಲಿ ಬಲಪಡಿಸಿದ್ದಾರೆ. ನಾನು ಕೂಡ ಕ್ರಿಸ್ತಮಿತ್ರ ಆಶ್ರಮದ ಆಸ್ಪತ್ರೆಯಲ್ಲಿ 1983ರಿಂದ 2000 ತನಕ ಸೇವೆಯನ್ನು ಸಲ್ಲಿಸಿದ್ದೇನೆ ಮತ್ತು ಈಗ ನನ್ನ ಪತ್ನಿ ಕೂಡ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾಳೆ ಮತ್ತು ನಾವು ಕುಟುಂಬವಾಗಿ ಎಲ್ಲರೂ ದೇವರಲ್ಲಿ ನಂಬಿಕೆ ಇಟ್ಟು ಆತನ ಸಾಕ್ಷಿಗಳಾಗಿ ಜೀವಿಸ್ತಾ ಇದ್ದೇವೆ. ಇದಕ್ಕೆ ನಮಗೆ ಆಶ್ರಮದ ಕೊಡುಗೆ ಅಪಾರವಾಗಿದೆ. ಇವುಗಳನ್ನೆಲ್ಲ ನೆನೆಸಿ ನಾನು ದೇವರಿಗೆ ಕೃತಜ್ಞತಾ ಸ್ತುತಿ ಸಲ್ಲಿಸುವನಾಗಿದ್ದೇನೆ. ದೇವರು ನಮ್ಮನ್ನೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಬೇಕೆಂಬುದಾಗಿ ಬೇಡಿಕೊಳ್ಳುತ್ತೇನೆ.